ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും BBR-PSCയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ എല്ലാ തിങ്കളാഴ്ചകളിലും BBR-PSC ഒരു പുതിയ സെക്ഷൻ ആരംഭിക്കുകയാണ്. കെമിസ്ട്രി, ഹിസ്റ്ററി എന്നിവയുടെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് എല്ലാ തിങ്കളാഴ്ചകളിലും BBR-PSCയിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് തുടങ്ങാം. ഇന്ന് നോക്കുന്നത് ഹിസ്റ്ററിയുടെ ക്ലാസ്സാണ്. ഹിസ്റ്ററിയിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ചെയ്യുന്നത്. നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഓപ്ഷൻ ഇതൊക്കെയാണ്: ഉപ്പ് സത്യാഗ്രഹം, ഖിലാഫത്ത് പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം. ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഏതുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ നമുക്ക് നോക്കാം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വവും അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ തത്വങ്ങളും മുഖ്യ പങ്ക് വഹിച്ചു. ഈ പ്രമാണത്തിൽ ഗാന്ധിജിയുടെ വിവിധ സമര രീതികളെ പരിശോധിക്കുന്നു. ഈ പ്രസ്ഥാനങ്ങൾ കേവലം രാഷ്ട്രീയ സമരങ്ങൾ മാത്രമല്ല, സാമൂഹിക നീതി, നൈതികത, മാനുഷിക അവകാശങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങൾ കൂടിയായിരുന്നു. ആദ്യം നമ്മൾ നോക്കാൻ പോണത് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ഏതിനെക്കുറിച്ചാണ്? നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. നോക്കാം. 1920 ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിന് നേർക്കുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു മുഖ്യ ഘട്ടമായിരുന്നു. ഗാന്ധിജി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും സർക്കാർ നിയമങ്ങൾ മറികടക്കുകയും സ്വദേശി സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാൻ ആഹ്വാനം ചെയ്തു. ഈ പ്രസ്ഥാനം രാജ്യത്തുടനീളം വ്യാപകമായി പ്രചരിച്ചു. ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് ഖദർ ഉപയോഗിക്കാൻ ആഹ്വാനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോടതികളും ബഹിഷ്കരിച്ചു. സർക്കാർ നിയമങ്ങൾ മറികടക്കുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം? നമുക്കിനി അറിയാവുന്ന പോയിൻറ്റ്സ് നമ്മൾ അതും കൂടി നോക്കാം. എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. എന്തുവാണ് പറയുന്നത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയ പ്രക്ഷോഭമായിരുന്നു എന്തെന്ന് പറയുന്നത്? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളാണ് ഏതൊക്കെ? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവ. അപ്പം നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവ. അടുത്തത് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന ബഹുജന സമരമാണ് ഏത്? നിസ്സഹകരണ സമരം. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അതിനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഗാന്ധിജി നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലെ ഒരു ഭാഗമാണിത്. എന്ത് പറഞ്ഞു ഗാന്ധിജി? ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇങ്ങനെ പറഞ്ഞത് ആര് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ച ആരാണ്? ഗാന്ധിജി. ഏതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിൻ്റെ സമ്മേളനം ഏതാണ്? 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനം. എന്നത്തെ കൊൽക്കത്ത പ്രത്യേക സമ്മേളനം? 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനം. നിസ്സഹകരണ സമരം 2 തരമുണ്ട്. നിസ്സഹകരണ സമരം എത്ര തരമാണുള്ളത്? 2 തരം. ഏതൊക്കെയാണ്? ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. ഇതൊക്കെയാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ. എന്നാൽ ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ
സ്ഥാപിക്കൽ. ഇത്രയുമാണ് നമുക്ക് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്. ഇനി അടുത്തതായി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കാം. 1930 ഗാന്ധിജി ആരംഭിച്ച സിവിൽ നിയമലംഘന പ്രസ്ഥാനം ബ്രിട്ടീഷ് നിയമങ്ങൾ മറികടക്കുന്നതിലൂടെ സമരം ചെയ്യുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. എന്ത് തത്വമാണ്? സമരം ചെയ്യുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഉപ്പ് സത്യാഗ്രഹം ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ഭാഗമായിരുന്നു. ഗാന്ധിജി ദണ്ഡിയിലേക്ക് ഒരു പദയാത്ര നടത്തി ഉപ്പ് നിർമ്മാണം ചെയ്യുകയും ബ്രിട്ടീഷ് ഉപ്പ് നിയമങ്ങൾ മറികടക്കുകയും ചെയ്തു. ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യൻ ജനതയെ ഏകോപിപ്പിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യ ഘട്ടമായിരുന്നു. സർക്കാർ നിയമങ്ങളും നികുതികളും മറികടക്കുന്നതിലൂടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം രാജ്യത്തുടനീളം വ്യാപകമായി പ്രചരിച്ചു. നിയമലംഘനത്തിലൂടെ സമരം നടത്തുന്നതിൻ്റെ ഫലപ്രദമായ രീതിയാണ് ഇതെന്ന് ഈ പ്രസ്ഥാനം തെളിയിച്ചു. അപ്പോൾ ഇനി നമുക്ക് അഡീഷണൽ പോയിന്റ്സും കൂടി നോക്കാം. സിവിൽ നിയമലംഘനം 1930 എന്നാണ് സിവിൽ നിയമലംഘനം നടക്കുന്നത്. 1930 ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു സിവിൽ നിയമലംഘനം കൊണ്ട് ഉദ്ദേശിച്ചത്. ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക. നിയമലംഘന സമരത്തിൽ സമരായുധമായി ഗാന്ധിജി തെരഞ്ഞെടുത്തത് ഉപ്പ്. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിൽ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു? സരോജിനി നായിഡു. അപ്പോൾ ധരാസനയിലെ നേതാവ് ആരായിരുന്നു? ഉപ്പ് നിർമ്മാണശാലയിലെ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് സരോജിനി നായിഡു. സിവിൽ നിയമലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ഉപ്പ് നികുതി എടുത്തു കളയുക. ചിലപ്പോൾ ഓപ്ഷനിൽ ഉപ്പ് നികുതി കുറയ്ക്കുക, ഇത്ര ശതമാനമാക്കുക എന്നൊക്കെ കാണും. അതൊന്നുമല്ല, ഉപ്പ് നികുതി എടുത്തു കളയുക. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. എത്ര ശതമാനമാണ്? 50%. ചിലപ്പം കൃഷിക്കാർക്ക് നികുതി എടുത്തു കളയുക എന്നൊക്കെ ഓപ്ഷനിൽ കാണും. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലെ 50% നികുതി ഇളവ് നൽകുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കണം. അടുത്ത നോക്കാം. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക എന്നാണ്. ചിലപ്പം തീരദേശ കപ്പൽ ഗതാഗതം നിർത്തുക എന്നൊക്കെ ഓപ്ഷനിൽ കാണും. അടുത്തത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. അടുത്തതൊരു കോട്ടിംഗ് ആണ്, നോക്കാം. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചമായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഗാന്ധിജി. അടുത്ത നോക്കാം. നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. കേരളത്തിൽ എവിടെയാണ്? പയ്യന്നൂർ. തമിഴ്നാട്ടിൽ വേദാരണ്യം. മഹാരാഷ്ട്രയിൽ ബോംബെ. ബംഗാളിൽ നവഖാലി. പിന്നെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലും എന്ത് നടന്നു? നിയമലംഘന സമരം നടന്നു. കേരളത്തിൽ എവിടെയാണ്? പയ്യന്നൂർ. തമിഴ്നാട്ടിൽ വേദാരണ്യം. മഹാരാഷ്ട്രയിൽ ബോംബെ. ബംഗാളിൽ നവഖാലി. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലും എന്ത് നടന്നു? നിയമലംഘന സമരം നടന്നു. ഇനി അടുത്തതായി, നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇതും ചോദിച്ചിട്ടുണ്ട്, അതിർത്തി ഗാന്ധി ആരാണെന്ന്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. അടുത്തതായി നമുക്ക് നോക്കാം.
അടുത്തതായി നോക്കുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. 1919 ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഖിലാഫത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടതിനെതിരെ പ്രതിഷേധിക്കുന്നതിനായി പ്രാരംഭിച്ച ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായിരുന്നു. ഈ പ്രസ്ഥാനം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി പ്രചരിച്ചു. ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഒരു പ്രധാന തെളിവായിരുന്നു. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ജനങ്ങളെ ഏകോപിപ്പിക്കാൻ പ്രവർത്തിച്ചു. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാന ഘടകമായി. ഇന്ത്യൻ മുസ്ലിം സമൂഹത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ഇനി നമുക്ക് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കാം. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുവാൻ ബ്രിട്ടൻ ശ്രമിച്ചു. ഇതിനെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തുന്നതിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഖിലാഫത്ത് നേതാക്കൾക്കൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിലൂടെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുവാനും ഗാന്ധിജിക്ക് കഴിഞ്ഞു. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് ഖലീഫ എന്നാണ്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു ഖലീഫ. ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിര് സഖ്യത്തിലായിരുന്ന തുർക്കി സാമ്രാജ്യം ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. എന്താ പറയുന്നത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഖലീഫ ബ്രിട്ടീഷുകാർക്ക് എതിരായി എടുത്ത നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ബ്രിട്ടീഷുകാർ ഖലീഫയ്ക്കെതിരെ എടുത്ത നടപടികൾ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ ഇന്ത്യയിലെ നേതാക്കളാണ് അലി സഹോദരന്മാർ. ആരൊക്കെയായിരുന്നു? മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17 എന്നാണ്. 1919 ഒക്ടോബർ 17. അടുത്തതായി ക്വിറ്റ് ഇന്ത്യ സമരം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് 1942 ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമാക്കണമെന്ന ആവശ്യത്തെ ഊന്നിപ്പറയുന്ന ഒരു വ്യാപകമായ സമരമായിരുന്നു. ഗാന്ധിജി ഇന്ത്യയെ വിട്ടുപോകൂ എന്ന് ആഹ്വാനം ചെയ്തു. ഇന്ത്യയെ വിട്ടുപോകൂ എന്ന് ആഹ്വാനം ചെയ്ത് ഇന്ത്യക്കാർ വ്യാപകമായി സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം സമരങ്ങൾ നടന്നു. നിയമങ്ങൾ മറികടന്നു. പോലീസിനെ പ്രതിരോധിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു വലിയ ഊർജം നൽകി. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുർബലത പ്രകടമാക്കുന്നതിലൂടെ ഇത് സ്വാതന്ത്ര്യത്തിന് വഴി തുറന്നു. ഇനി നമുക്ക് അഡീഷണൽ പോയിന്റ്സ് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ് തുടങ്ങിയത്? ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ് 1942 INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം നൽകിയ വർഷം 1942 ഓഗസ്റ്റ് 8 എന്നാണ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം നൽകുന്നത് 1942 ഓഗസ്റ്റ് 8. അടുത്തതായി ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒന്നും കൂടി നോക്കാം. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പം ഗാന്ധിജി നടത്തിയ അവസാന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം നൽകിയ വർഷം 1942 ഓഗസ്റ്റ് 8.
ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ്: നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ നികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർക്ക് രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. ഇതൊക്കെയാണ് ആര് പറഞ്ഞത്? ഗാന്ധിജി പറഞ്ഞത്. പിന്നെ അടുത്തത് നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജി. ബ്രിട്ടീഷ് ഭരണത്തിന് എതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമ്മേളനം 1942 ഓഗസ്റ്റ് 8 നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുക, അതാണ് ക്വിറ്റ് ഇന്ത്യ. പോകണമെന്നാവശ്യപ്പെട്ട സമ്മേളനമാണ് എന്തെന്ന് പറയുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും പാർപ്പിച്ച ജയിലാണ് ഏത്? അഗാഖാൻ കൊട്ടാരത്തിലെ ജയിൽ. എവിടെയാണത്? പൂനെയിൽ. അടുത്ത നോക്കാം. ജയിൽവാസത്തിനിടയിൽ കസ്തൂർബ ഗാന്ധി മരിച്ചു. എന്നാണ് മരിക്കുന്നത്? 1944 ഫെബ്രുവരി 22 ഒളിവിൽ പാർത്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് അരുണ ആസിഫ് അലിയും ജയപ്രകാശ് നാരായണനും. ആരൊക്കെയാണ് ഒളിവിൽ പാർത്തുകൊണ്ട് നേതൃത്വം നൽകിയത്? അരുണ ആസിഫ് അലിയും ജയപ്രകാശ് നാരായണനും. ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന അരുണ ആസിഫ് അലിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഇനി കേരളത്തിൽ എങ്ങനെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം? ഹർത്താൽ ആരംഭിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. എന്നാണ് 1942 ഓഗസ്റ്റ് 9. ഈ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനവും. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളാണ് MB നാരായണ മേനോൻ, KK എളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ. ആരൊക്കെയാണ്? MB നാരായണ മേനോൻ, KK എളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ. അടുത്തതായി ഉപ്പ് സത്യാഗ്രഹം. 1930 ആരംഭിച്ചു. ഈ ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടീഷ് ഉപ്പ് നിയമങ്ങൾ മറികടക്കുന്നതിനായി നടത്തിയ ഒരു പ്രധാന സമരമായിരുന്നു. യിലേക്ക് ഒരു പദയാത്ര നടത്തി ഉപ്പ് നിർമ്മാണം ചെയ്യുകയും നിയമങ്ങൾ മറികടക്കുകയും ചെയ്തു. ഇന്ത്യൻ ജനതയെ ഏകോപിപ്പിക്കുന്നതിൽ ഉപ്പ് സത്യാഗ്രഹം പ്രധാന പങ്കുവഹിച്ചു. ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യ ജനതയെ വ്യാപകമായി ഏകോപിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന് നേർക്കുള്ള ഇന്ത്യക്കാരുടെ പ്രതിഷേധം പ്രകടമാക്കാൻ ഇത് സഹായിച്ചു. ഗാന്ധിജിയുടെ സത്യാഗ്രഹ തത്വങ്ങളുടെ ഫലപ്രാപ്തി തെളിയിച്ച ഒരു സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജനത നടത്തിയ വർഷങ്ങളുടെ സമരങ്ങൾക്കൊടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ഗാന്ധിജിയുടെ സത്യാഗ്രഹ തത്വങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ഗാന്ധിജിയുടെ സമരങ്ങളും സത്യാഗ്രഹ തത്വങ്ങളും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് വഴി തുറന്നു. ഇന്ത്യൻ ജനത ഐക്യമായി കൂട്ടായ പ്രവർത്തനത്തിലൂടെ സ്വാതന്ത്ര്യം നേടി. ഗാന്ധിജിയുടെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ആശയം സമാധാനപരമായി സമരങ്ങൾ നടത്തുന്നവർക്ക് പ്രചോദനം തുടർന്നു. ഇനി നമുക്ക് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള അഡീഷണൽ പോയിന്റ്സ് നോക്കാം. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930. നിയമലംഘന സമരത്തിൻ്റെ പ്രതീകമാണ് ഉപ്പ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. എന്തോടനുബന്ധിച്ച്? ദണ്ഡി യാത്രയോട് അനുബന്ധിച്ച്. ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നൽകേണ്ടിയിരുന്ന നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത്. ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന തിരിച്ചറിവിൽ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമം
എവിടം തൊട്ടാണ് ആരംഭിച്ചത്? സബർമതി ആശ്രമം. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം 78. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തെത്തി ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘനം പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. എന്നാണ് തുടക്കം കുറിച്ചത്? 1930 ഏപ്രിൽ 6-ന്. ദണ്ഡി യാത്രയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു മലയാളികൾ? ഓക്കെ, സി കൃഷ്ണൻ നായർ, ടെറ്റനസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. കേരള ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖരാണ് കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി. ആരൊക്കെയാണ് പ്രചോദനം നൽകിയത്? മാധവൻ നായറും മൊയ്തു മൗലവിയും. മാധവനും മൗലവിയും. കേരളത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ പയ്യന്നൂർ, കണ്ണൂർ, കോഴിക്കോട്. കണ്ണൂർ എവിടെയാണ്? പയ്യന്നൂർ. പിന്നെ കോഴിക്കോട്. പയ്യന്നൂരിലെ ഉപ്പ് നിയമ ലംഘനത്തിന് നേതൃത്വം നൽകിയത് പയ്യന്നൂരിൽ ആരായിരുന്നു? കെ കേളപ്പൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ, പി കൃഷ്ണപിള്ള. ആരായിരുന്നു? റാണി ഗെയ്ഡിലിയു. 13 വയസ്സുള്ള റാണി ഗെയ്ഡിലിയു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് റാണി ഗെയ്ഡിലിയുവിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തെടുത്ത ക്ലാസ്സാണ്. എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. തുടർന്നും എല്ലാ തിങ്കളാഴ്ചകളിലും ഹിസ്റ്ററി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ക്ലാസ്സിനും ഓരോ വിഷയങ്ങൾക്കും പ്രത്യേക പ്ലേലിസ്റ്റ് BBR PSCയിൽ ഉണ്ടായിരിക്കും. എല്ലാവരും കയറി കാണണം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണം.